മാർച്ച് 12, 2026 വ്യാഴാഴ്ച പശ്ചിമേഷ്യൻ സംഘർഷം 13-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിൽ ഇറാന്റെ ആക്രമണത്തിനെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പ്രമേയം വൻ ഭൂരിപക്ഷത്തോടെ പാസ്സായതാണ് ഇന്നിപ്പോൾ ആദ്യം പറയാനുള്ള ഒരു അപ്ഡേറ്റ്. ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് മേലും ജോർദാൻ അടക്കമുള്ള മേഖലാ രാജ്യങ്ങൾക്ക് മേലും നടത്തുന്ന ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നതാണെന്ന് ഐക്യരാഷ്ട്രസഭ ഈ പ്രമേയത്തിൽ കുറ്റപ്പെടുത്തുന്നു. എത്രയും പെട്ടെന്ന് ഗൾഫ് രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം ഇറാൻ നിർത്തണം. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതി പ്രമേയത്തിലൂടെ പറയുന്നു. വൻ ഭൂരിപക്ഷത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം പാസ്സായത്. പ്രമേയത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് UAE അടക്കമുള്ള മേഖലാ രാജ്യങ്ങളെല്ലാം തന്നെ. ഇറാൻ പരാജയത്തിന്റെ തൊട്ടുവക്കിലാണെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. വാഷിംഗ്ടണിൽ മാധ്യമപ്രവർത്തകരെ കാണവെയാണ് ഇറാൻ പരാജയത്തിന്റെ തൊട്ടുവക്കിലാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറയുന്നത്. പുനർനിർമ്മാണം സാധ്യമല്ലാത്ത വിധത്തിൽ ഇറാനെ അവസാനിപ്പിക്കാൻ തങ്ങൾക്ക് കഴിയും, പക്ഷെ തങ്ങൾ അതിനെ മുതിരുന്നില്ല എന്നും US പ്രസിഡന്റിന്റെ വാക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനിടെ അമേരിക്കയ്ക്ക് ശക്തമായിട്ടുള്ള താക്കീതുമായി ഇറാൻ രംഗത്ത് വരുന്നു. തങ്ങളുടെ പോർട്ടുകൾ US ഇസ്രായേൽ സേന ആക്രമിക്കും, തുറമുഖങ്ങൾ ആക്രമിക്കും, അങ്ങനെയുള്ള ചില റിപ്പോർട്ടുകൾ വന്ന സാഹചര്യത്തിലാണ് ഇറാൻ പറയുന്നത് ഏതെങ്കിലും പോർട്ടുകൾ US ഇസ്രായേൽ സംയുക്ത സേന ആക്രമിച്ചാൽ മേഖലാ രാജ്യങ്ങളുടെ തുറമുഖങ്ങൾക്കെതിരായി തങ്ങൾ ആക്രമണം നടത്തും, അതിലേക്ക് തങ്ങളെ നയിക്കരുതെന്ന് ആംഡ് ഫോഴ്സസ് തലവൻ അബോൾ ഫൈസൽ ഷെഖാജിയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മേഖലാ രാജ്യങ്ങൾ അവരുടെ മണ്ണിൽ നിന്ന് അമേരിക്കക്കാരെ പുറത്താക്കണം എന്നുള്ളൊരു കാര്യവും ആംഡ് ഫോഴ്സസിന്റെ തലവനായിട്ടുള്ള വ്യക്തി ഇറാനിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. ഇതിനിടെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിക്ക് പരിക്കേറ്റതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇറാനിയൻ പ്രസിഡന്റിന്റെ മകൻ യൂസഫ് പെഷസ്ക്യാൻ ടെലഗ്രാമിലാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന് പരിക്കേറ്റതായി അറിയുന്നു, പക്ഷെ അദ്ദേഹം സുരക്ഷിതനാണ് എന്നുള്ളതിന് ദൈവത്തിന് നന്ദി പറയുന്നു എന്നാണ് ഈ പോസ്റ്റിൽ പറയുന്നത്. ഫെബ്രുവരി 28-നാണ് ആദ്യത്തെ ആക്രമണത്തിൽ തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി അൽ ഖമേനി കൊല്ലപ്പെടുന്നത്. അതിന് ശേഷമാണ് ഒരുപാട് കൂടിയാലോചനകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള മുജ്തബ ഖമേനിയെ പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തത്. അദ്ദേഹത്തിന് പരിക്കേറ്റു എന്നാണ് ഇറാനിയൻ പ്രസിഡന്റിന്റെ പുത്രന്റെ സാമൂഹിക മാധ്യമ പോസ്റ്റിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ദുബായിൽ നിന്ന് അൽബദ മേഖലയിൽ ഒരു ഡ്രോൺ വീണതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ദുബായ് മീഡിയ ഓഫീസിനെ ഉദ്ധരിച്ചാണ് ഈ റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. ആർക്കും പരിക്കില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പറയുന്നത്. UAE ദുബായിൽ ക്രീക്ക് ഹാർബറിനടുത്തുള്ള ഒരു കെട്ടിടത്തിന് നേർക്കുള്ള ഡ്രോൺ ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തകളും നമുക്കിന്ന് പങ്കുവയ്ക്കാനുണ്ട്. ഡ്രോൺ ആക്രമണ ശ്രമം പരാജയപ്പെട്ടു. കെട്ടിടത്തിന് ചെറിയ രീതിയിലുള്ള ഒരു അഗ്നിബാധയുണ്ടായി. ആർക്കും പരിക്കില്ല. ഡ്രോൺ ആക്രമണം ചെറുക്കുന്നതിനിടയിൽ അവശിഷ്ടങ്ങൾ വീണതാണ് ഇതുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിലേക്ക് നയിച്ചതെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. മാർച്ച് 11 ബുധനാഴ്ച UAE മൊത്തം 13 മിസൈലുകൾ, ഇതിൽ 6 എണ്ണം ബാലിസ്റ്റിക് മിസൈലുകളും 7 എണ്ണം ക്രൂയിസ് മിസൈലുകളുമാണ്. മാത്രമല്ല ഫെബ്രുവരി 28-ന് ആക്രമണം തുടങ്ങിയതിന് ശേഷം 268 ബാലിസ്റ്റിക് മിസൈലുകളും 15 ക്രൂയിസ് മിസൈലുകളും 1514 അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസുമാണ് UAE ലക്ഷ്യമാക്കി ഇറാൻ തൊടുത്തതെന്നും ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റിൽ UAE തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും 13-ാം ദിവസവും പശ്ചിമേഷ്യയിൽ മേഖലാ രാജ്യങ്ങൾക്ക് നേരായ മിസൈൽ ആക്രമണം ശക്തമായി തുടരുന്നു എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് ദൗർഭാഗ്യവശാൽ ഇന്നും പങ്കുവയ്ക്കാനുള്ളത്. എല്ലാ മേഖലാ രാജ്യങ്ങളുടെ താല്പര്യ കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം നടക്കുന്നുണ്ട്. ശക്തമായി പ്രതിരോധത്തിലൂന്നി ഈ രാജ്യങ്ങൾ അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടെ ഏറെക്കാലത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഐക്യരാഷ്ട്രസഭയുടെ ഒരു ശബ്ദം അന്താരാഷ്ട്ര വേദികളിൽ മുഴങ്ങിക്കേട്ടതാണ് ഒരു മാറ്റം എന്ന് പറയുന്നത്. ഗൾഫ് അടക്കമുള്ള UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾക്കുമേൽ, മേഖലാ രാജ്യങ്ങൾക്കുമേൽ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളെ അതിശക്തമായി അപലപിച്ച ഐക്യരാഷ്ട്രസഭയുടെ ശബ്ദം ഒന്നുകൂടി ശക്തമാകട്ടെ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത്തരം ഒരു സംഘർഷത്തിലേക്ക് മേഖല തള്ളിവിടപ്പെടുകയില്ലായിരുന്നു എന്നുള്ളതാണ് അവരുടെയൊക്കെ ഭാഷ്യം.